ഹലോ, നമസ്കാരം. നമ്മളിപ്പോഴുള്ളത് വിയറ്റ്നാമിലെ ഹലോങ് ബേ എന്ന സ്ഥലത്ത് നങ്കൂരമിട്ടിട്ടുള്ള വെഞ്ചർ ലോട്ടസ് എന്ന ക്രൂയിസ് ഷിപ്പിലാണ്. ഇന്ന് ഉച്ചയോട് കൂടിയാണ് നമ്മൾ ഈ ഷിപ്പിൽ ചെക്ക് ഇൻ ചെയ്തത്. വന്ന ഉടനെ ലഞ്ചും കഴിഞ്ഞ് അവരവർക്ക് അനുവദിച്ച മുറികളിൽ എത്തിയിടത്ത് വെച്ചാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ അടുത്തുള്ളൊരു ഫിഷിംഗ് വില്ലേജും അവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസുകളൊക്കെയാണ്. നടുക്കടലിലെ കയാക്കിങ്ങും സ്വിമ്മിങ്ങും ഡൈവിങ്ങും ഒക്കെയായി ഒരു ജഗപൊക വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നാട്ടുസഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ ഷിപ്പിൻ്റെ മുൻഭാഗമാണ്. നമ്മുടെ ഗ്രൂപ്പിലുള്ളവരും താഴെ നിലയിൽ റൂം കിട്ടിയവരും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇവിടം ഒരു ബെസ്റ്റ് ഫോട്ടോ പോയിന്റ് കൂടെയാണ്. ഈ ഷിപ്പിൽ ഫോട്ടോ എടുക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരിടം. അത് പരമാവധി ഉപയോഗിക്കുകയാണ് ഞങ്ങൾ. ആ കച്ചവടക്കാരി ഇവിടെയും എത്തി. ഞാൻ ക്യാമറ നമ്മുടെ സഹയാത്രികയായ ബിജിത മോളെ ഏൽപ്പിച്ച് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതിന് പറ്റിയ ഒരിടമാണ് ഇവിടം. എനിക്കൊരബദ്ധം പറ്റി. ഈ ഷിപ്പിൽ നമ്മുടെ മുറിയിൽ ഉണ്ടായിരുന്ന 2 ജോഡി ചെരുപ്പുകളിൽ ഒരേ കാലിൽ ഉപയോഗിക്കുന്ന ചെരുപ്പുകളുമായാണ് ഞാൻ വിശ്രമിക്കാനെത്തിയത്. ബിജിത മോൾ അത് കണ്ടുപിടിച്ചു. എല്ലാവരും എന്നെ കളിയാക്കി. അല്ല, ഷൂ അല്ല ഇട്ടുള്ളത്, ചെരുപ്പ് രണ്ട് കാലിൽ ചെരുപ്പാണ് അങ്ങനെ പറ്റിയത്. 2 കാലിൽ 2 ചെരുപ്പ്. മൂന്ന് മണിക്ക് എല്ലാവരും തയ്യാറായി ലോബിയിലെത്തി. ഇനി പോകുന്നത് ഒരു ഫിഷർമാൻ വില്ലേജ് കാണാനാണ്. അവിടെ നമുക്ക് കയാക്കിങ്ങിനും സ്വിമ്മിങ്ങിനും ഒക്കെ ഉള്ള അവസരമുണ്ട്. മിക്കവരും അതിനുള്ള തയ്യാറെടുപ്പുമായാണ് ഈ ബോട്ടിൽ കയറുന്നത്. സാധാരണ നമ്മളൊരു പ്രോഗ്രാം ഫിക്സ് ചെയ്താൽ എല്ലാവരും സമയക്രമം പാലിക്കാറുണ്ട്. ഇതെന്തു പറ്റിയെന്നറിയില്ല, പലരും ലേറ്റ് ആകുന്നു. ഇത് ആദ്യത്തെ ലേറ്റ് കമർ അലക്സിമോൾ. സാധാരണ ലേറ്റ് കമേഴ്സിനെ കൈയടിച്ചാണ് ഞങ്ങൾ ആനയിക്കാറുള്ളത്. ഇവരെയും വെറുതെ വിടുന്നു. അവരും ഒരു വരവേൽപ്പ് പ്രതീക്ഷിച്ചിരുന്നു എന്ന് തോന്നുന്നു. തൽക്കാലം രക്ഷപ്പെട്ടു. അതാ തരിയൻ സാർ. പുള്ളിയും കയ്യടി പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ചമ്മൽ മറയ്ക്കാൻ ഓടിയാണ് വരവ്. അടുത്ത ലേറ്റ് കമർ മുത്തു സാറാണ്. നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും മുതിർന്ന ആളെന്ന് തോന്നുന്നു. സാറിനെ വിശദമായി നമുക്ക് പിന്നെ പരിചയപ്പെടാം. സാറും VSSCയിൽ നിന്നും റിട്ടയർ ചെയ്ത വളരെ സീനിയറായ ഒരു സയൻറ്റിസ്റ്റാണ്. നമ്മുടെ ഇവിടുത്തെ ഗൈഡും ലേറ്റായി. ആ കളിയാക്കലാണിത്. ഈ കുട്ടികളാണ് ഇന്ന് നമ്മളെ കൂടാതെ ഈ ക്രൂസ് ഷിപ്പിലുള്ള ഇന്ത്യൻ കുട്ടികൾ. ഇവർ 3 പേരുണ്ട്. 3 പേരും എത്തിയപ്പോൾ നമ്മുടെ കൂടെയുള്ളവർ അഭ്യർത്ഥിച്ചതനുസരിച്ച്
അവർ ഒന്നുകൂടെ നടന്ന് ബോട്ടിൽ കയറി ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. ഒരു തമാശ. ഇത് നമ്മുടെ ന്യൂലി മാരീഡ് കപ്പിൾസ്, നിശ്ചലും ജനറ്റും. അവരെ വൈകിയതിന് കൈയടിച്ചാണ് എതിരേറ്റത്. ഫോട്ടോ എടുക്കാനെന്ന വേചേന ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യിച്ചാണ് വരവേൽപ്പ്. സേഫ്റ്റി ജാക്കറ്റ് കമ്പൽസറിയാണ്, എല്ലാവരും അത് ധരിക്കണം. നോക്കൂ, നമ്മുടെ കുട്ടികൾ എത്ര ധൈര്യശാലികളാണെന്ന്. അവർ 3 പേർ ഒരു സഹായവുമില്ലാതെ ഇന്ത്യയിൽ നിന്ന് ഇവിടെ എത്തി അവധി ആഘോഷിക്കുന്നു. 3 പേരും സ്വന്തമായി ഏണിങ്സ് ഉള്ളവരും IT ഫീൽഡിലും ഫാഷൻ ടെക്നോളജിയിലുമൊക്കെ പ്രവർത്തിക്കുന്നവരുമാണ്. ഇവരുടെ വേഷം നമ്മുടെ രാഹുൽ ഈശ്വർ കാണാതിരുന്നാൽ മതിയായിരുന്നു. പുള്ളിക്കാരനാണിപ്പോൾ സ്ത്രീകളുടെ ഡ്രസ്സിന് മാർക്കിടുന്ന സാറ്. സ്വന്തം കോമാളി വേഷം മാത്രം അയാൾ കാണുന്നില്ല. പിന്നെ ഈ പെയ്ഡ് മാർക്കിടൽ ഉപജീവന മാർഗമാക്കിയവർക്ക് എന്ത് ഐഡന്റിറ്റി? I have a YouTube channel. You have a I YouTube already, channel? yeah. You will upload all the content. Definitely. Can I know your channel? Not Sanjari. Dr. Sanjay. NAATU. 1 minute. NAATU. Oh. NAA? TTU? TTU. SANCHARI. RI. They are also from India, Assam. Yeah, 3 more subscribe. What? I told him about YouTube channel. YouTube channel. And then I said This one. he will have a 3 more Three subscribe. more. I will subscribe. Not only 3. I will subscribe. Five. ഇത് ഈ ബോട്ടിൻ്റെ എൻജിൻ റൂമാണ്. ഒരു മെക്കാനിക് എന്തോ പണിയെടുക്കുന്നുണ്ട്. കുഴപ്പമൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. ഷിപ്പിൽ നിന്നും കുറേ ദൂരം പോന്നിട്ടുണ്ട്. ആ കുട്ടികൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. ഈ വീഡിയോ അവർ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹായ് ഡിയേഴ്സ്, ഇഫ് എനി വൺ ഓഫ് യു ഗെറ്റ് an opportunity to see this video, please comment on it. I am requesting to share it to your friends also. Okay? ഈ ചുറ്റിലും കാണുന്നത് പോലുള്ള ചെറുതും വലുതുമായ 1969 ദ്വീപുകളുണ്ട് ഈ ഹലോങ് ബേയിൽ. ലൈഫ് ജാക്കറ്റിനോടൊപ്പമുള്ള വിസിലൂതി കളിക്കുകയാണ് എല്ലാവരും. എന്തെങ്കിലും അപകടം പറ്റി വെള്ളത്തിൽ വീണാൽ മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടുന്നതിനുള്ള ഒരു ഉപായം. ഈ കളി വെള്ളത്തിൽ വീണാൽ മറന്നു പോകാതിരുന്നാൽ മതി. ഇവിടെ വെള്ളത്തിൽ വീണാലും വലിയ അപകടം ഉണ്ടാകില്ല, കാരണം കടൽ ശാന്തമാണ്. മാത്രമല്ല സേഫ്റ്റി ജാക്കറ്റ് ഉള്ളതിനാൽ നീന്തൽ അറിഞ്ഞില്ലെങ്കിലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. എത്രമാത്രം ക്രൂസ് ഷിപ്പുകളാണ് ഇവിടെ നങ്കൂരമിട്ടിട്ടുള്ളത് നോക്കൂ. പ്രകൃതിയുടെ ഒരത്ഭുത പ്രതിഭാസം കൊണ്ട് കോടിക്കണക്കിന് ഡോളർ ഇവർ സമ്പാദിക്കുന്നു. ടൂറിസം എന്നാൽ തദ്ദേശീയരെ ആകർഷിക്കുന്നത് മാത്രമാകരുത്. അതുകൊണ്ട് രാജ്യത്തിന് വിദേശ നാണ്യങ്ങൾ ലഭിക്കില്ല. വിദേശികൾ എത്തിയാലേ ആ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് നേട്ടമുണ്ടാകൂ. ഒരു രാജ്യത്തെ ആളുകൾ ആ രാജ്യത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് ടൂർ പോകുന്നത് കുറച്ചു പേർക്ക് തൊഴിൽ ലഭിക്കും, അല്ലാതെ വിദേശ നാണ്യം ലഭിക്കില്ല. ഇവിടെ ഇത് കാണാൻ വരുന്നത് കൂടുതലും വിദേശികളാണ്. അതാണ് ഇവരുടെ നേട്ടവും. ഈ ദ്വീപുകൾ മിക്കവയും വൃക്ഷനിബിഡമാണ്. 500 മില്യൺ വർഷങ്ങൾ കൊണ്ടാണ് ഇവ രൂപപ്പെട്ടതെന്നാണ് അനുമാനം. ഭൂമിയിലുണ്ടായ വിവിധ കാലാവസ്ഥയും പ്രകൃതി സംഭവ വികാസങ്ങളും കൊണ്ട് രൂപപ്പെട്ടവ. ഇവിടുത്തെ കാടുകളിൽ മാത്രം കണ്ടുവരുന്ന 14 തരം സസ്യജാലങ്ങളും 60 തരം ജന്തുജാലങ്ങളുമുണ്ട്.
ആയിരക്കണക്കിന് വർഷം മുമ്പ് തന്നെ ജനവാസമുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഇവിടം. എൻ്റെ യൂട്യൂബിനെ കുറിച്ചുള്ള ഓരോരുത്തരുടെയും പ്രതികരണമാണിത്. ഉള്ളിൽ എന്താണ് അഭിപ്രായമെന്നറിയില്ല. പുറമെ നല്ലതാണെന്ന സിഗ്നലാണ് ലഭിക്കുന്നത്. അഭിപ്രായം എന്തായാലും കുഴപ്പമില്ല. കാരണം ഇതെൻ്റെ ഒരു വരുമാന മാർഗമല്ല, ഒരു പാഷൻ മാത്രമാണ്. ഏതായാലും വീഡിയോ കണ്ട് അഭിപ്രായം പറയുന്നവരുടെ എണ്ണവും സബ്സ്ക്രിപ്ഷനും കൂടി വരുന്നുണ്ട്. സന്തോഷം. ഒപ്പം വ്യൂവേഴ്സിന് നന്ദി. കോടാനുകോടി വർഷം മുമ്പ് പ്രകൃതിയിലുണ്ടായ ചില മാറ്റങ്ങളുടെ ഫലമായി ഉണ്ടായതാണ് ഈ പിരമിഡുകൾ പോലുള്ള ദ്വീപുകൾ. പല വലിപ്പത്തിലും പല ആകൃതിയിലുമുണ്ട്. മിക്കവാറും എല്ലാ ദ്വീപുകളും വൃക്ഷനിബിഡമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഹലോങ് ബേയിൽ മാത്രമായി ഇത്തരം 1969 ദ്വീപുകൾ ഉണ്ടെന്ന്. അതുപോലെ വിയറ്റ്നാമിൻ്റെ മറ്റു ഭാഗങ്ങളിൽ മാത്രമല്ല, തെക്കൻ ഏഷ്യയിലെ പല രാജ്യങ്ങളിലും ഇത്തരം ദ്വീപുകളുണ്ട്. ഇത് ഭൂമിയിലെ അത്ഭുതങ്ങളിലെ ചെറിയ ഒന്ന് മാത്രമാണ്. ഇതുപോലുള്ള ദ്വീപുകൾ മറ്റ് പല രാജ്യങ്ങളും ടൂറിസം സെൻ്ററുകളായി വളർത്തിയിട്ടുണ്ട്. അതിൽ തായ്ലൻഡിലെ ഹോ ഫി ഫി എന്ന ഐലൻഡ് ഞാൻ പോയതോർക്കുന്നു. അതാ കാണുന്നതാണ് ഫിഷിംഗ് വില്ലേജ്. ഓരോരുത്തരായി വില്ലേജിലേക്കുള്ള പ്ലാറ്റ്ഫോമിൽ കയറുന്നു. ഒരാൾ ഇവിടെ നിന്ന് ആംഗ്യ ഭാഷയിൽ ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല. സേഫ്റ്റി സംബന്ധമായ നിർദ്ദേശങ്ങളാണെന്ന് തോന്നുന്നു. ഇതാണ് ബാഹാങ് ഫിഷിംഗ് വില്ലേജ്. ഇതൊരു ഫ്ലോട്ടിംഗ് വില്ലേജാണ്. ഇതിലുള്ള കെട്ടിടവും മറ്റും ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത്തരം ധാരാളം ഫ്ലോട്ടിംഗ് വില്ലേജുകൾ ഉണ്ട് ഇവിടെ. ഇവിടെ ഇപ്പോൾ ഫിഷിംഗ് ആക്ടിവിറ്റി കുറവാണ്. പകരം ടൂറിസം ആക്ടിവിറ്റികളാണ് കൂടുതലായുള്ളത്. വളരെ ശാന്തമായ കടൽ, ചുറ്റിലും ഭംഗിയുള്ള പിരമിഡ് കാടുകൾ, കയാക്കിംഗ് ബോട്ടുകളാണ് ഈ അടുക്കി വച്ചിരിക്കുന്നത്. ഡിമാൻഡ് അനുസരിച്ച് ഇവിടെ ഉള്ളവർ നമുക്ക് വെള്ളത്തിൽ ഇറക്കി തരും. റാവുത്തർ സാറും കുടുംബവും ഒന്നിനുമില്ലെന്നാണ് പറയുന്നത്. കുറച്ച് കഴിഞ്ഞറിയാം. ഞാൻ ഏതായാലും എല്ലാ ആക്ടിവിറ്റിയിലും പങ്കെടുക്കും. ഈ ക്യാമറ കൈമാറാൻ ഒരാളെ തപ്പി നടക്കുകയാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ആ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിൽ കയറി. ഇവിടെ നിന്ന് കാഴ്ചകൾ കാണണമെന്നുള്ളവർക്ക് അതാകാം. അല്ല, കയാക്കിങ്ങിനോ സ്വിമ്മിങ്ങിനോ പോകണമെന്നുള്ളവർക്ക് അതും ആകാം. എല്ലാം ഫ്രീ ആണ്. നമ്മുടെ ഗ്രൂപ്പിലുള്ള ആരൊക്കെ എന്തൊക്കെ ചെയ്യുമെന്ന് കണ്ടറിയാം. പേടി കാരണം പലരും ദൂരെ മാറി നിൽക്കുന്നു. എന്നാൽ നമ്മോടൊപ്പം വന്ന പെൺകുട്ടികൾ ധൈര്യപൂർവ്വം കയാക്കിങ്ങിന് ആരംഭിച്ചു. ആദ്യ ധൈര്യശാലി ബാബു സാറാണ്. കൂടെ റാവുത്തർ സാറും കൂടി. ഒരു ഭയവുമില്ലാതെ ആ കുട്ടികൾ കയാക്കിംഗ് തുടങ്ങി. അവർ 3 പേർ തുഴയുന്ന ബോട്ടാണ് സെലക്ട് ചെയ്തത്. പലതരം ബോട്ടുകളുണ്ട്. ഒരാൾക്ക് തുഴയാവുന്നതും 2 പേർക്ക് തുഴയാവുന്നതും അതിൽ കൂടുതൽ ആളുകൾക്ക് തുഴയാവുന്നതുമായ ബോട്ടുകൾ. നമ്മുടെ സുഹൃത്തുക്കൾ കാഴ്ചക്കാരായി ഇവിടെയുണ്ട്. ആരും ഈ ജലകളികളിൽ പങ്കെടുക്കുന്ന ലക്ഷണമില്ല. ഇത് നമ്മുടെ 2 സീനിയർ സിറ്റിസൺസ് ധൈര്യപൂർവ്വം തുഴയുന്നു. ചെറിയ പേടിയുണ്ടോ എന്ന് സംശയം. എങ്കിലും നമ്മോടൊപ്പമുള്ള ചെറുപ്പക്കാർക്ക് ഇപ്പോഴും ധൈര്യം വന്നിട്ടില്ല. ധൈര്യം വന്ന റാവുത്തർ സാറും ബാബു സാറും കയാക്കിംഗ് ആരംഭിച്ചു. കൂടാതെ മറ്റു ചിലരും. ഇത് നമ്മുടെ മറ്റൊരു ടീം, അഗസ്റ്റിനും അലക്സിമോളും. വള്ളം തുഴയുന്നുണ്ട്. പക്ഷെ വള്ളം നീങ്ങുന്നത് അതിൻ്റെ സ്വന്തം ഇഷ്ടമനുസരിച്ചാണെന്ന് മാത്രം. അത്രമാത്രം കൺട്രോളുണ്ട് അവർക്ക് ആ വള്ളത്തിൽ. പക്ഷെ വിടാൻ തയ്യാറല്ല. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നത്.
ഇതിനിടെ നമ്മുടെ തരിയൻ സാർ കടലിൽ ചാടി. സാർ എല്ലാ സന്നാഹവുമായാണ് എത്തിയിട്ടുള്ളത്. ഞാൻ എന്തായാലും കയാക്കിങ്ങും സ്വിമ്മിങ്ങും ഒക്കെ നടത്തുന്നുണ്ട്, വീഡിയോ പിടിക്കാൻ ആളെ കിട്ടുന്ന മുറയ്ക്ക്. പുതുതായി ഊർജം സമ്പാദിച്ച് നമ്മുടെ സെലിൻ ടീച്ചറും വള്ളത്തിൽ കയറി. നമ്മുടെ ആരോമലിൻ്റെ ധൈര്യത്തിലാണ് ടീച്ചർ സമ്മതിച്ചത്. ആരോമൽ പരിചയസമ്പന്നനെ പോലെ തുഴഞ്ഞുപോയി. ഇതിനിടയിൽ എപ്പോഴോ തരിയൻ സാറും ജെയിംസ് സാറും കൂടെ തുഴയാൻ പോയി. ഇപ്പോൾ തിരികെ എത്തി. ഇങ്ങനെയാണ് ഇവിടെ തിരികെ കയറേണ്ടത്. ഇവിടെയുള്ള സെക്യൂരിറ്റി പേഴ്സൺസ് വന്ന് ഒരു റോഡ് ഉപയോഗിച്ച് ഹൂക്ക് ചെയ്ത് പ്ലാറ്റ്ഫോമിനെ പടിയോട് ചേർത്ത് നിർത്തും. അതിനുശേഷമേ നമ്മൾ ഇറങ്ങാൻ പാടുള്ളൂ. നമ്മളെ കൂടാതെ ധാരാളം സഞ്ചാരികളുണ്ട് ഇപ്പോഴിവിടെ. ഈ വള്ളം തുഴഞ്ഞ് ആ ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടുന്ന ഒരു ഫോട്ടോ അതൊരു വർത്ത് തന്നെയാവും. പല ഐലൻഡുകളും ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈജിപ്തിലെ പിരമിഡ് പോലുണ്ട്. കയാക്കിംഗ് മാത്രമല്ല, സ്വിമ്മിങ്ങും ഡൈവിങ്ങും ഒക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അവയൊക്കെ ധാരാളമായി ടൂറിസ്റ്റുകൾ എൻജോയ് ചെയ്യുന്നുമുണ്ട്. ഇതിനിടെ റാവുത്തറ സാറും ബാബു സാറും തിരികെ എത്തി. ബാബു സാറിൻ്റെ ഇരിപ്പ് കണ്ടിട്ട് അത്ര പന്തിയല്ല. തട്ടിയില്ല, ഇടിച്ചതേ ഉള്ളൂ. ക്യാമറ ശ്രീമതി ഏൽപ്പിച്ച് ഞാനും കയാക്കിങ്ങിന് പോകുന്നു. ഞങ്ങൾ കുറച്ചേറെ ദൂരം പോയി. കരയിൽ നിന്നും ശ്രീമതി ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പേടിച്ച് കാണും. ശ്രീമതിക്ക് വെള്ളവും കടലും ഒക്കെ പേടിയാണ്. ഞാൻ പിന്നെ വളരെ ചെറുതിലെ സ്വിമ്മിങ്ങും മറ്റും ചെയ്യാറുണ്ടായിരുന്നു. എനിക്ക് ഷൂട്ട് ചെയ്യേണ്ടതുള്ളതിനാലും മറ്റു ചില ആക്ടിവിറ്റികൾ ചെയ്യാൻ തീരുമാനിച്ചിരുന്നതിനാലും തൽക്കാലം കയാക്കിംഗ് അവസാനിപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് എൻ്റെ ഡൈവിങ്ങും സ്വിമ്മിങ്ങും ഒക്കെ കാണാം. കാത്തിരുന്നോളൂ.
ഇനിയാണ് എൻ്റെ തനി രൂപം നിങ്ങൾ കാണാൻ പോകുന്നത്. എൻ്റെ ബെല്ലി കണ്ട് ആരും ചിരിക്കരുത്. സ്വിമ്മിങ്ങിനും ഡൈവിങ്ങിനും പറ്റിയ വേഷത്തിലല്ല ഞാനിവിടെ എത്തിയത്. കൂടാതെ എൻ്റെ 6 പാക്സിൽ ചില പാക്കുകൾ കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ ക്യാമറ ബിജിത മോളുടെ കൈകളിലാണ്. കോ ക്യാമറ വുമൺ. നല്ല ആഴമുള്ള കടലാണിത്. വളരെ ശാന്തമായ കടൽ, ചുറ്റിലും ലൈംസ്റ്റോൺ മലകൾ. ഒരു സ്വിമ്മിംഗ് പൂളിലാണെന്നേ തോന്നൂ. പക്ഷേ ഈ വെള്ളത്തിൻ്റെ ഉപ്പ് അത് ഭയങ്കരം. വളരെ കാലമായി കടലിൽ കുളിച്ചിട്ട് അതിൻ്റെ ഒരു തളർച്ച അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ പ്രായം ഇത്രയൊക്കെ ആയില്ലേ. ഇത്ര പെട്ടെന്ന് അത് തുഴയും കൂടെ ചെയ്തല്ലേ. കൂടുതൽ സ്വിം ചെയ്യാൻ കഴിയാതെ ഞാൻ തിരികെ കയറാൻ പോവുകയാണ്. വിജിത മോളെ സമാധാനപ്പെടുത്തി. കയാക്കിംഗ് തളരുവോളം വള്ളം തുഴഞ്ഞത് കൊണ്ടാകണം ഈ തളർച്ചയെന്ന്. ഒരല്പം കഷ്ടപ്പെട്ടു ഒന്ന് കയറി വരാൻ. വന്ന പാടെ ശ്രീമതി വക ശകാരം. അത് പിന്നെ സ്ഥിരമുള്ളത് തന്നെ. വെള്ളം ശ്രീമതിക്ക് പേടിയും എനിക്ക് ഹരവുമാണ്. ഇതിനിടയിൽ ഒരാൾക്കൊരു അപകടം പറ്റി. നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളല്ല, പക്ഷെ ഇന്ത്യക്കാരനാണ്. ഇദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്. കയാക്കിങ്ങിൻ്റെ അവസാനം കരയിൽ കയറാൻ ശ്രമിക്കവേ വള്ളം മറിഞ്ഞ് പുള്ളിക്കാരൻ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ അകപ്പെട്ടു. വളരെ താമസിച്ചാണ് ഇവിടെയുള്ള രക്ഷാപ്രവർത്തകർ ഈ ആക്സിഡന്റ് അറ്റൻഡ് ചെയ്തത്. ഇത്തരം സ്ഥലങ്ങളിൽ കുറച്ചുകൂടെ ഫലപ്രദമായ രക്ഷാപ്രവർത്തനം അനിവാര്യമാണെന്ന് തോന്നുന്നു. നമ്മുടെ ടീമിലുള്ള ജലകളികളിൽ പങ്കെടുത്തവരെല്ലാം കരയ്ക്ക് കയറി. വൈകുന്നേരമാകുന്തോറും വെളിച്ചം കുറഞ്ഞു വരുന്നു. പക്ഷെ ഇപ്പോഴും ധാരാളം ആളുകൾ വെള്ളത്തിലുണ്ട്. രാഹുൽ ഈശ്വർ നമുക്കും മാർക്കിടുമോ എന്തോ. അല്ലെങ്കിൽ വേണ്ട, ഇത് മാത്രം മാർക്കിട്ടാൽ മതി. ഇനി തിരികെ പോവുകയാണ്. ഇങ്ങോട്ട് വന്ന ബോട്ടിൽ തിരികെ ക്രൂയിസിലേക്ക്. റാവുത്തർ സാർ പാട്ട് തുടങ്ങി. ഇതിനിടയിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള യൂത്തുകൾ ബോട്ടിന് മുൻഭാഗത്തെ പ്ലാറ്റ്ഫോമിൽ കയറി ഇരിപ്പായി. കൂട്ടിന് നമ്മുടെ പെൺകുട്ടികളും. ഇതാണ് ഇപ്പോഴത്തെ യൂത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ. ആരും ഒന്നും വിചാരിക്കണ്ട, പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള സീനിയർ സിറ്റിസൺസ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ റാവുത്തർ സാർ എത്ര വൈബ്രൻ്റായാണ് പെരുമാറുന്നതെന്ന്.
come in, please. Everyone come in. റാവുത്തർ സാറിനൊപ്പം തരിയൻ സാറും കൂടി മുമ്പിലെ പ്ലാറ്റ്ഫോമിലുള്ളവർ കാഴ്ച മറയ്ക്കുന്നു എന്ന ഡ്രൈവറിന്റെ പരാതി പ്രകാരം എല്ലാവരെയും ബോട്ടിൽ കയറി സീറ്റുകളിലിരിക്കാൻ ഗൈഡ് നിർദ്ദേശിച്ചു. നമ്മൾ നമ്മുടെ ക്രൂയിസ് ഷിപ്പിനോട് അടുക്കുന്നു. ഇതിനിടയിൽ ഗൈഡ് കുടിയന്മാർക്ക് ചില ഓഫറുകൾ നൽകുന്നുണ്ട്. ആ ഓഫർ ആരൊക്കെ സ്വീകരിക്കുമെന്ന് കണ്ടറിയാം. ആണോ? Ladies and gentlemen, so now we back to the cruise. We're gonna welcome back cold drink for you at the reception. Thank you. Thank you. And when we back to the cruise, sit down, please. Sit down. When we back to the cruise, we have the happy hour from 5 to 6:30 on the third floor. Happy hour buy 2 drink, get the third one from 6 to 6:30. ബോട്ട് നമ്മുടെ ഷിപ്പിൽ ഡോക്ക് ചെയ്തു. എല്ലാവരും തിരികെ ക്രൂയിസ് ഷിപ്പിൽ കയറി. ഇനിയുള്ള ഡിന്നർ പാർട്ടിയാണ് എല്ലാവരുടെയും അടുത്ത ലക്ഷ്യം. ഡിന്നർ പാർട്ടിക്കുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ഈ അപ്പർ ഡെക്കിൽ നടക്കുന്നത്. സൂര്യോദയം കാണാൻ പറ്റിയ തരത്തിലുള്ള ഈസി ചെയറുകൾ ഈ ഡെക്കിലുണ്ട്. നമുക്ക് നാളെ രാവിലെ ഇവിടെ വന്ന് ആ ചെയറിൽ കിടന്ന് സൺറൈസ് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം, ക്ലൈമറ്റ് അനുകൂലമായാൽ. ഇത് ഇവിടെ ഒരു പ്രത്യേക സംവിധാനം. താഴത്തെ നിലയിൽ നിന്ന് സാധനങ്ങളും മറ്റും മുകളിൽ എത്തിക്കുന്നതിനുള്ള ഒരു ലിഫ്റ്റ് സംവിധാനം. ഇതുവഴിയാണ് ഭക്ഷണവും മറ്റും മുകളിലത്തെ നിലയിൽ എത്തിക്കുന്നത്. ഇതിൽ കയറി സർവീസ് ബോയ്സും മുകളിലേക്ക് എത്താറുണ്ട്. ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം ആ ബെൽ ഐക്കൺ കൂടി ആക്ടിവേറ്റ് ചെയ്താൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മടിക്കല്ലേ. അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ ഈ ക്രൂസ് ഷിപ്പിലെ നൈറ്റ് ലൈഫും മറ്റുമാണ് ഉണ്ടാവുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.